പശ്ചിമ ബംഗാളിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ കേട്ടാൽ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടും. കാരണം അവിടെ കാര്യങ്ങൾ ആകെ തലകീഴായി മറിഞ്ഞിരിക്കുകയാണ്. ഒരു വശത്ത് ഗോസംരക്ഷകരായി മുസ്ലിം യുവാക്കൾ രംഗത്തിറങ്ങുന്നു. മറുവശത്ത് തങ്ങളുടെ പശുക്കളെ അറവുശാലകളിലേക്ക് എങ്ങനെയെങ്കിലും വിൽക്കാൻ അനുവദിക്കണമെന്ന് ഹിന്ദു കർഷകർ കേഴുന്നു. കേൾക്കുമ്പോൾ ഇതൊരു തമാശയായി തോന്നാം, എന്നാൽ ഇതാണ് ബംഗാളിലെ ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. നെറ്റിസൺസ് ഇതിനെ യൂനോ റിവേഴ്സ് എന്നാണ് വിളിക്കുന്നത്. എന്താണ് ബംഗാളിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഈ പ്രതിസന്ധിയുടെ തുടക്കം മെയ് 13-നാണ്. പശ്ചിമ ബംഗാളിൽ പുതുതായി അധികാരത്തിൽ വന്ന സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ ഒരു സുപ്രധാന പ്രഖ്യാപനം നടത്തി. 1950-ലെ വെസ്റ്റ് ബംഗാൾ അനിമൽ സ്ലോട്ടർ കൺട്രോൾ ആക്ട് കർശനമായി നടപ്പിലാക്കും എന്നതായിരുന്നു അത്. ഈ നിയമപ്രകാരം 14 വയസ്സിന് മുകളിലുള്ളതോ അല്ലെങ്കിൽ ജോലി ചെയ്യാൻ തീർത്തും പ്രാപ്തിയില്ലതോ ആയ കന്നുകാലികളെ മാത്രമേ അറവ് ചെയ്യാൻ പാടുള്ളൂ. അതും സർക്കാരിൻ്റെ ഔദ്യോഗിക വെറ്റിനറി സർട്ടിഫിക്കറ്റോടെ മാത്രം. പൊതു ഇടങ്ങളിലെ അറവ് നിരോധിച്ചു. നിയമം ലംഘിച്ചാൽ 6 മാസം വരെ തടവോ 1000 രൂപ പിഴയോ ലഭിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി. പ്രഖ്യാപനം വന്നതോടെ ഹിന്ദുത്വ സംഘടനകളും പോലീസുകളും റോഡുകളിൽ കന്നുകാലി വാഹനങ്ങൾ കർശനമായി തടയാൻ തുടങ്ങി. BJP MLA രേഖാപത്ര കന്നുകാലികളുടെ ജനന സർട്ടിഫിക്കറ്റ് ചോദിച്ചത് വലിയ വാർത്തയായിരുന്നു. ഇതിന് പിന്നാലെ അപ്രതീക്ഷിതമായ കാര്യങ്ങൾ സംഭവിച്ചത്. ഈദ് അഥവാ ബക്രീദ് വരാനിരിക്കെ പശുക്കളെ വാങ്ങുന്നത് ബഹിഷ്കരിക്കാൻ മുസ്ലിം സംഘടനകളും ഇൻഫ്ലുവൻസർമാരും ആഹ്വാനം ചെയ്തു. സോഷ്യൽ മീഡിയയിൽ വൈറലായ ചില വീഡിയോകളിൽ മുസ്ലിം യുവാക്കൾ ഹിന്ദു കർഷകരുടെ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഗോമാതാവിനെ വിൽക്കാൻ കൊണ്ടുവരുന്നത്? അവരെ വീട്ടിൽ കൊണ്ടുപോയി ആദരവോടെ സംരക്ഷിക്കൂ. പശുവിനെ വിറ്റാൽ നിങ്ങൾക്ക് കാശ് കിട്ടുമായിരിക്കും, പക്ഷേ അത് വാങ്ങി അറവ് നടത്തിയാൽ ജയിലിൽ പോവുക ഞങ്ങളാകും. മുസ്ലിംകൾ പശുവിനെ വാങ്ങുന്നത് നിർത്തിയതോടെ കർഷകർക്കിടയിൽ വലിയ പരിഭ്രാന്തിയായി. ബംഗാളിലെ കന്നുകാലി സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രത്യേകത ഇവിടെ കാണേണ്ടതുണ്ട്. അവിടെ കൂടുതലായി ബീഫ് കഴിക്കുന്നതും വിൽക്കുന്നതും മുസ്ലിംകളാണെങ്കിലും കന്നുകാലികളെ വളർത്തുന്നവരിൽ ബഹുഭൂരിപക്ഷവും ഹിന്ദുക്കളാണ്. പ്രത്യേകിച്ചും പാരമ്പര്യമായി പാൽക്കച്ചവടം ചെയ്യുന്ന ഘോഷ് സമുദായം. ചരിത്രപരമായ BJPക്കും RSSനും വലിയ സ്വാധീനമുള്ള ഈ സമുദായത്തെയാണ് പുതിയ തീരുമാനം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. സാധാരണയായി ബക്രീദിന് മുമ്പ് ബംഗാളികളെ കന്നുകാലി ചന്തകൾ വളരെ സജീവമാകാറാണ് പതിവ്. എന്നാൽ ഈ വർഷം ചന്തകൾ ശൂന്യമാണ്. 100 കണക്കിന് മൃഗങ്ങളെ വിൽക്കുന്ന ചന്തകളിൽ വെറും 1-2 പശുക്കൾ മാത്രമാണ് കാണാൻ കഴിയുന്നത്. പശുക്കൾക്ക് പകരം ആടിനെയോ പോത്തിനെയോ ബലിയർപ്പിക്കാൻ മുസ്ലിം സംഘടനകൾ തീരുമാനിച്ചതാണ് ഇതിന് കാരണം. സാധാരണ 7-8 വർഷം കഴിയുമ്പോൾ പശുക്കൾ പാൽ തരുന്നത് നിർത്തും. 42-കാരനായ സുരജിത് ഘോഷ് എന്ന കർഷകൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്: 7-8 വർഷം കഴിയുമ്പോൾ പാൽ തരാത്ത പശുക്കളെ ഞങ്ങൾ എന്തു ചെയ്യാനാണ്? വിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് 15 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടാകും. ഒരു പശുവിനെ നോക്കാൻ ദിവസവും 300 മുതൽ 500 രൂപ വരെ ചിലവുണ്ട്. അതായത് മാസം ഏതാണ്ട് 9,000 രൂപ. പാൽ ചുരുത്താത്ത ഒരു പശുവിന് 14 വയസ്സിലെ പോറ്റുക എന്നതൊരു കർഷകനെ സംബന്ധിച്ച് സാമ്പത്തികമായി അസാധ്യമായ കാര്യമാണ്. കന്നുകാലി തീറ്റ വാങ്ങിയ വകയിൽ ലക്ഷങ്ങളുടെ കടമുള്ളവരും ആത്മഹത്യ ചെയ്യാതെ മറ്റു വഴിയില്ല എന്ന് വിലപിക്കുന്നവരും ഈ കർഷകർക്കിടയിലുണ്ട്. ഇന്ത്യയിലെ 2ാമത്തെ വലിയ ബീഫ് ഉത്പാദക സംസ്ഥാനമാണ് ബംഗാൾ. കർഷകരുടെ ലിക്വിഡ് സേവിങ്സ് ആണ് ഈ കന്നാലികൾ. ഇത് വിൽക്കാൻ കഴിയാതെ വന്നാൽ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ തന്നെ തകർന്നു വീഴും. ഈ പ്രതിസന്ധിക്ക് വെറുമൊരു മതപരമായ മുഖം മാത്രമല്ല ഉള്ളത്. കന്നുകാലി തീറ്റ വിൽപ്പനക്കാർ, മൃഗവൈദ്യന്മാർ, തുകൽ വ്യവസായം, അറവുശാലകൾ തുടങ്ങിയ വലിയ വിഭാഗം ജനങ്ങളെ ഇത് ബാധിക്കും. സംസ്ഥാനത്തെ 27% വരുന്ന മുസ്ലിംകൾ ബീഫ് ഒഴിവാക്കുന്നതോടെ കോഴി, മട്ടൺ, മത്സ്യം എന്നിവയുടെ വില കുതിച്ചുയരാനും സാധ്യതയുണ്ട്. നിലവിൽ ഈ നിയമത്തിനെതിരെ കൽക്കട്ട ഹൈക്കോടതിയിൽ 5ഓളം പൊതു താൽപ്പര്യ ഹർജികൾ ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചരിത്രത്തിൽ ആദ്യമേ ബംഗാളിലെ മുസ്ലിംകൾ പശുബലിക്ക് എതിരെ പരസ്യമായി രംഗത്ത് വരികയും മറുവശത്ത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അടിത്തറയായ ഹിന്ദു കർഷകർ തങ്ങളുടെ പശുക്കളെ എങ്ങനെയെങ്കിലും അറവുശാലകൾ വിൽക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഈ വിചിത്രമായ ഒരു അവസ്ഥയാണ് നാം ഇപ്പോൾ കാണുന്നത്. മതത്തേക്കാൾ വലുതാണ് മനുഷ്യൻ്റെ ജീവിതമാർഗവും വിശപ്പുമെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.